നമസ്കാരം, പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2024 ഒക്ടോബർ മാസത്തിൽ ഓരോ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കും ഉണ്ടാകുന്ന സാമാന്യ അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മകം നക്ഷത്രം മുതൽ തൃക്കേട്ട നക്ഷത്രം വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ പൊതുഫലങ്ങളാണ്. അപ്പം ഈ ഒക്ടോബർ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂജ അല്ലെങ്കിൽ നവരാത്രി, സരസ്വതി പൂജ ഈ സമയത്താണ് വരുന്നത്. പ്രധാന ഗ്രഹങ്ങളുടെ അവസ്ഥകൾ നോക്കിയാൽ സൂര്യന് ഇപ്പം കന്നി രാശിയിലാണ്. ഈ മാസം പകുതിക്ക് ശേഷം, അതായത് 17-ാം തീയതി ആകുമ്പോഴത്തേക്കും തുലാരാശിയിലേക്ക് കടക്കും. ചന്ദ്രനാണെങ്കിൽ 2 പക്ഷങ്ങളും വരുന്നുണ്ട്. ഒക്ടോബർ 2-ന് കർത്തവാവാണ്, അമാവാസിയാണ്. ഒക്ടോബർ 17 ആകുമ്പോഴത്തേക്കും പൗർണമി ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനിടയിലാണ് നമ്മുടെ നവരാത്രി കാലം കടന്നു വരുന്നത്. അപ്പോൾ ഈ നവരാത്രി കാലത്തിനുള്ള പ്രത്യേകത എന്താണ്? ദേവീപ്രധാനമായ ക്രിയകൾക്ക് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് മിക്ക നക്ഷത്രക്കാർക്കും ദേവീ പൂജ ചെയ്യുന്നത് ഈ സമയത്ത് വളരെ അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും പല ഗുണകരമായ അനുഭവങ്ങൾക്കും കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. മറ്റ് ഗ്രഹമാറ്റങ്ങൾ നോക്കുമ്പോൾ ബുധന്, ശുക്രന്, ചൊവ്വ, ഇതിൽ ശുക്രനും ചൊവ്വയും ദേവീ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ദേവീ ബന്ധമുള്ള നക്ഷത്രങ്ങളാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നോക്കുമ്പോൾ ശനി കുംഭൻ രാശിയിൽ ചതയ നക്ഷത്രത്തിലൂടെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. വ്യാഴം ഇടവൻ രാശിയിൽ മകര നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. രാഹു മീനൻ രാശിയിലാണ്. കേതു കന്നിയിലാണ്. ഒക്ടോബർ 19 വരെ ബുധന് മൗഢ്യാവസ്ഥയുണ്ട്. ബുധൻ 2 തവണ ഈ മാസം മാറുന്നുണ്ട്. ഒക്ടോബർ 10-ന് തുലാത്തിലേക്ക് മാറും. ഒക്ടോബർ 30-ന് വൃശ്ചികൻ രാശിയിലേക്ക് മാറും. അപ്പോൾ ചൊവ്വയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചൊവ്വ അറിയാമല്ലോ, ഭദ്രകാളിയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. ഭദ്രകാളി പ്രാധാന്യമുള്ളൊരു ഗ്രഹമാണ്. ചൊവ്വ ഒക്ടോബർ 20-ന് ചൊവ്വയുടെ നീചക്ഷേത്രമായ കർക്കടകത്തിലേക്ക് മാറുന്നു. അപ്പോൾ അങ്ങനെ ചൊവ്വ നീചത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അത്തരം ചില കാര്യങ്ങളിൽ പ്രാധാന്യം വരുന്നു ഒരുപാട് പേരുടെ ജീവിതത്തിൽ. ചൊവ്വ നിൽക്കുന്ന സ്ഥാനമനുസരിച്ചാണ് ചൊവ്വയുടെ ഫലങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് ഫലങ്ങൾ നോക്കാം. ആദ്യം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രം ചിങ്ങക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. ഒക്ടോബർ മാസത്തിൽ 2-ലും 3-ലുമായിട്ടാണ് അവർക്ക് ആദിത്യൻ സഞ്ചരിക്കുന്നത്. ശനിയാണെങ്കിൽ 7-ലാണ് സഞ്ചരിക്കുന്നത്, അതായത് കണ്ടകശനിയാണ്. പക്ഷേ ശനി വക്രത്തിലായതുകൊണ്ടും കുംഭൻ രാശിയിലായതുകൊണ്ടും ദോഷകരമായിട്ട് മാറുന്നില്ല. വ്യാഴം കർമ്മഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും അനുകൂലമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് കഷ്ടപ്പെടും. പലതവണ പരിശ്രമിച്ചാൽ മാത്രമേ പല കാര്യങ്ങളും സാധിച്ചു കിട്ടുകയുള്ളൂ. എങ്കിലും ചൊവ്വ 11-ൽ നിൽക്കുന്നത് ഗുണം ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ചൊവ്വ ഇപ്പം നീചത്തിലേക്ക് ആയിട്ടില്ല. ചൊവ്വ മിഥുനത്തിൽ നിൽക്കുന്നത് ഗുണം ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ സൂര്യൻ്റെ പ്രത്യേകത കൊണ്ട് ഈ സമയത്ത് അധികാരികളിൽ നിന്നുള്ള അനിഷ്ടകരമായ ചില പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് ഒരു വിഷാദമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ബുധൻ്റെ സ്ഥിതി മൂലം ന്യായമായ ധനലാഭം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ 3-ലെ ശുക്രനും ചില ഗുണങ്ങൾ നൽകുന്നതാണ്. മാസത്തിൻ്റെ 2-ാം പകുതി പൊതുവെ ഗുണകരമായിരിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് ജോലി എന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല, ചിലപ്പോൾ സ്വകാര്യ മേഖലയിലായിരിക്കും. എന്താണെങ്കിലും നമ്മുടെ ആ ജോലി അന്വേഷിച്ചുള്ള യാത്രയ്ക്ക് ഒരു നേട്ടം ഉണ്ടാകുന്നതാണ്. പണയം വെച്ച വസ്തുക്കളൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. കടമൊക്കെ കുറേശ്ശെയൊക്കെ വീട്ടാൻ സാധിക്കും. പിന്നെ വിരോധികൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും നിഷ്ഫലമായി പോവും. അതിനുള്ള ഒരു ഗ്രഹാവസ്ഥയും ഉണ്ട്. ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. സഹായ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. കുട്ടികൾക്ക് പഠനത്തിൽ വിജയമുണ്ടാകും. കുടുംബത്തിൽ പൊതുവെ സമാധാനം നിലനിൽക്കുന്ന കാലഘട്ടമാണ് മാസത്തിൻ്റെ 2-ാം പകുതിയിൽ. ആരോഗ്യകരമായിട്ടും ഗുണകരമാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും യോഗമുണ്ട്. പിന്നെ
മകനക്ഷത്രക്കാർ മഹാലക്ഷ്മിക്ക് അർച്ചന ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല സമർപ്പിച്ച് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ കുറേ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. തടസ്സങ്ങൾ മാറിയിട്ട് കുറേയേറെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനായിട്ട് അത് ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ശിവനും ദുർഗാദേവിക്കും വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമാണ്. അടുത്ത പൂരം നക്ഷത്രം. പൂരം നക്ഷത്രവും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഒക്ടോബർ മാസത്തിൽ 2-ലും 3-ലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ശനി 7-ൽ സഞ്ചരിച്ച് കണ്ടകശനിയായിട്ട് നിൽക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7-ാം ഭാവത്തിലാണെങ്കിൽ അത് കുംഭം രാശിയായതുകൊണ്ടും ശനി വക്രത്തിലായതുകൊണ്ടും വലിയ ദോഷകരമല്ല. അപ്പോൾ പല തടസ്സങ്ങളും അതിലൂടെ തന്നെ മാറുന്നതാണ്. എങ്കിലും 7-ൽ നിൽക്കുന്ന ശനിയുടേതായ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വ്യാഴം 10-ലാണ്. 10-ൽ വ്യാഴം നിൽക്കുന്ന കാലവും അത്ര ഗുണകരമല്ല. ശുഭഗ്രഹമാണെങ്കിൽ പോലും 10-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം അനുകൂലമല്ല. പല കാര്യങ്ങളിലും തടസ്സം വരാം. പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പല കാര്യങ്ങളിലും മനസ്സിൽ തീരുമാനിക്കപ്പെടുകയും എന്നാൽ അങ്ങനെയൊന്നും അത് പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നത് നിരാശ പോലും ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ആ തടസ്സങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ സഹനശക്തിയെ പരീക്ഷിക്കുന്ന പല പെരുമാറ്റങ്ങളും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കുക, കാലത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എങ്കിൽ പോലും ചില ഗുണാനുഭവങ്ങളുണ്ടാകും. ചൊവ്വ 11-ൽ സഞ്ചരിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. സഹോദരന്മാരുടെ കാര്യത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യവഹാരങ്ങളിലൊക്കെ വിജയം ലഭിക്കുന്നതാണ്. കേസിലൊക്കെ വിജയം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മത്സരബുദ്ധിയാണ് ചൊവ്വയെ കൊണ്ടുള്ള ഒരു ദോഷം എന്ന് പറയുന്നത്. മത്സരബുദ്ധി കണ്ടമാനം അങ്ങോട്ട് ഉണ്ടാകും. പിന്നെ സൂര്യൻ രാശി മാറുമ്പോഴത്തേക്കും കുറച്ച് മാറ്റങ്ങൾ വരും. സാമൂഹ്യമായ അംഗീകാരമൊക്കെ വന്നു ചേരും. സ്ത്രീജനങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതാണ്. പല കാര്യങ്ങളിലും നന്നായിട്ട് വായിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇനി വായിക്കാത്തവർക്ക് പോലും മറ്റുള്ളവരുമായിട്ടുള്ള സംസാരത്തിലൂടെ പല കാര്യങ്ങളും പുതുതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മക്കളുടെ കാര്യങ്ങളിൽ കുടുംബത്തിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ പക്ഷേ ചൊവ്വ 11-ൽ നിന്ന് 12-ലേക്ക് മാറുമ്പോഴത്തേക്കും, അതായത് ഈ മാസം 20-ാം തീയതി ഒക്ടോബർ 20 ആകുമ്പോഴത്തേക്കും ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിലേക്ക് കടക്കുന്നത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് അത്ര ഗുണകരം എന്ന് പറയാൻ കഴിയില്ല. ചെലവ് വളരെയേറെ വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ചൊവ്വയുടെ ദേവതകളായ സുബ്രഹ്മണ്യ സ്വാമിക്കും ഭദ്രകാളി അമ്മയ്ക്കും വഴിപാട് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്കും വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഭദ്രകാളിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. പറഞ്ഞല്ലോ, എതിരാളികളുടെ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന കൊടുക്കുക. ശിവന് ഭസ്മം സമർപ്പിക്കുക. അതുപോലെ തന്നെ ശനിദോഷം മാറാനും ശനിയുടെ എഫക്റ്റ് അനുകൂലമായിട്ട് വരാനും വേണ്ടിയിട്ട് ശാസ്താവിന് നീരാജനം വഴിപാടായിട്ട് സമർപ്പിക്കുക. അടുത്തത് ഉത്രം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. ഇപ്പോൾ ഉത്രം നക്ഷത്രം എന്ന് പറയുന്നത് 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പാദം ചിങ്ങക്കൂറിലും ബാക്കി കന്നിക്കൂറിലുമായിട്ടാണ് വരുന്നത് രാശിചക്രത്തിൽ. അപ്പോൾ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യൻ 2-ലും 3-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ബുദ്ധിമുട്ട് പിടിച്ചതായിരിക്കും. നേരത്തെ പറഞ്ഞ 2 നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം ഉദ്ദേശിച്ചാലും അത് അതേ രീതിയിൽ നടപ്പാക്കാൻ സാധിക്കാത്ത പ്രായോഗിക ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ പല കാര്യങ്ങളും തീരുമാനിച്ചുറച്ചിറങ്ങിയാലും അത്ര ഗുണകരമായിട്ട് വരണമെന്നില്ല. പക്ഷേ ചൊവ്വ 11-ൽ നിൽക്കുന്നതിൻ്റേതായ ചില ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. കുറച്ചുകൂടി ഉത്സാഹമൊക്കെ ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നില്ല എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ഉത്തര നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമായിട്ട് വരുന്നതാണ്. പ്രയത്നം സഫലമാകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ കടം വാങ്ങിയ തുകയൊക്കെ തിരിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ലോണുകളൊക്കെ കുറേയെങ്കിലും തിരിച്ചടയ്ക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ പ്രായമായവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ധനവും സമയവുമൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. ചൊവ്വ 11-ൽ സ്ഥിതി ചെയ്യുന്ന കാലത്തോളം ഗുണകരമായിരിക്കും. പക്ഷേ ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിലേക്ക് ഒക്ടോബർ 20-ാം തീയതി കടക്കുമ്പോഴത്തേക്കും ആ ഒരു വീര്യം നമുക്ക് കുറഞ്ഞു വരും. അമിത ചെലവുകളും ഉണ്ടാകും. കന്നിക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലമാണ് അനുഭവപ്പെടുക.
അവർക്ക് സൂര്യൻ ജന്മക്കൂറിലും 2-ലുമായിട്ട് സഞ്ചരിക്കും. കുറേയേറെ അലച്ചിലുകൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാശിനാഥനായ ശുക്രൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ധനഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആ ശുക്രൻ്റെ ഗുണം കുറേയേറെ കിട്ടുന്നതാണ്. ധനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല, എന്നാൽ അമിതമായിട്ട് ധനം കിട്ടുകയുമില്ല. ചൊവ്വ മാസത്തിൻ്റെ ആദ്യം കർമ്മഭാവത്തിലും പിന്നീട് 11-ലേക്കും വരുന്നു. അങ്ങനെ കേസുകളൊക്കെ വഴിമാറിപ്പോവാനും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ മാന്യതയെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നാൽ അതൊക്കെ ഒന്ന് മാറിപ്പോകാനായിട്ടത് സഹായിക്കും. കുടുംബാംഗങ്ങളുടെ തീരുമാനത്തോട് ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിലൂടെ കുടുംബത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനുള്ള യോഗമുണ്ട്. അവരോടൊപ്പം യാത്ര ചെയ്യാനൊക്കെ തീരുമാനിക്കും. കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ കുടുംബത്തിൽ ഉണ്ടാകും. അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേകിച്ചും കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിക്കവരും സ്ഥാപനത്തിലെ കണക്ക് മാത്രമാണ് കൃത്യമായിട്ട് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിലും ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ വരവ് ചെലവുകൾക്കൊരു കണക്ക് സൂക്ഷിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. പിന്നെ ബിസിനസ്സിൽ പുതിയ പുതിയ സ്ട്രാറ്റജികൾ, അതായത് പുതിയ നയപരിപാടികൾ നടപ്പാക്കാനും അത് വിജയിപ്പിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ അവർ ചെയ്യേണ്ടത് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പാർവതി ക്ഷേത്രത്തിൽ, ശിവപാർവതി ക്ഷേത്രത്തിൽ പാർവതിയുടെ ശ്രീകോവിൽ മാത്രമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. അവിടെ അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുടുംബദേവതയായിട്ട് യക്ഷി ഉണ്ടെങ്കിൽ വിധിപ്രകാരമുള്ള വഴിപാടുകൾ അവിടെ ചെയ്യണം. യക്ഷിക്ക് ചെയ്യുന്ന വഴിപാടുകൾ താന്ത്രിക വിധിപ്രകാരം കുറച്ച് പ്രത്യേകതയുള്ളതായതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. എന്തായാലും യക്ഷി പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ അത് ചെയ്യുക. കുടുംബത്തിൽ യക്ഷിയുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ വഴിപാട് ചെയ്യേണ്ടതാണ്. പിന്നെ നാഗങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. ഭദ്രകാളി ദേവിക്ക് കുങ്കുമാർച്ചന നൽകുന്നത് തടസ്സങ്ങളൊക്കെ മാറാനും ശത്രുദോഷം ഒഴിവാകാനും ഒക്കെ വളരെ ഗുണകരമാണ്. അത്തനക്ഷത്രമാണ് അടുത്തത്. അത്തനക്ഷത്രം കന്നിക്കൂറിലാണ് വരുന്നത്. അവർക്ക് ജന്മരാശിയിലും 2-ലുമായിട്ട് ആദിത്യൻ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിലാണ് കേതു സഞ്ചരിക്കുന്നത്. അപ്പം സാധാരണ ചെയ്യുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും വളരെ ആയാസം നിറഞ്ഞതായിട്ട് തോന്നും. വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ തീരുമാനങ്ങൾ ഇടയ്ക്കിടെ മാറ്റേണ്ടി വരുന്നത് കൊണ്ട് സ്വയം ഒരു നിന്ദ തോന്നും. നമുക്ക് തന്നെ നമ്മളോടൊരു ഇഷ്ടക്കേട് അനുഭവപ്പെടും. കാരണം എന്താണ്, പല ആളുകളുടെ അഭിപ്രായ പ്രകടനം ജീവിതത്തിലോട്ട് കയറി വരുന്നത് കൊണ്ട് മനസ്സാകെ കലുഷമാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഈ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുക, അവരോട് എതിർക്കാൻ പോകണമെന്നില്ല. പക്ഷേ നമ്മൾ സ്വീകരിക്കുന്നത് അതിലെ നല്ല ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ചാൽ മതി. നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രം നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് എടുത്താൽ മതി. നമ്മളെപ്പോഴും നമ്മുടേതായ ശരികളിൽ കൂടെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതാണ് വിജയം തരുന്നത്. പിന്നെ മറ്റുള്ളവരുടെ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ അവരുടെ ജീവിത അനുഭവങ്ങൾ നമുക്കൊരു വഴികാട്ടിയായിട്ട് ഉപയോഗിക്കാം. പൊതുവെ ഉത്സാഹം കുറയുന്ന ഒരു കാലമാണ്. ശാരീരിക ക്ഷീണമൊക്കെ കുറേയൊക്കെ അനുഭവപ്പെടാം. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത വേണ്ട സമയമാണ്. വലിയ നേട്ടങ്ങളും ലാഭവും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നാലും ശനിയും വ്യാഴവും ശുക്രനും ഒക്കെ സാമാന്യം അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ശത്രുതാ ദോഷങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കലാകാരന്മാർക്ക് നല്ലതാണ്. സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമായ കാലഘട്ടമാണ്. ചില ഭാഗ്യാനുഭവങ്ങൾ ഈ അത്തനക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് ഈ മാസം. അതുപോലെ തന്നെ ആത്മീയമായൊരു ഉണർവ് തരുന്ന ഒരു മാസമാണ്. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് ഇരട്ടി ആത്മീയത ലഭിക്കുന്ന കാലഘട്ടമാണ്. ഉള്ളിൽ സ്വയമേ ഒരു ആത്മീയത ഉണ്ടാകും. അത് ആ ദേവചൈതന്യമായിട്ട് ചേരുമ്പോഴത്തേക്കും അതിന് ഇരട്ടി ശക്തി ലഭിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകും. ഒക്ടോബർ 20 മുതൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുമ്പം അത്തത്തിൻ്റെ ദേവത എന്ന് പറയുന്ന ആദിത്യനാണ്. അതുകൊണ്ട് തന്നെ സൂര്യഭഗവാനെ നിത്യവും രാവിലെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് സമാധാനപരമായ ജീവിതത്തിനും പൊതുവെയുള്ള ആരോഗ്യം മെച്ചപ്പെടാനും ഉത്തമമാണ്. അപ്പോൾ വീട്ടിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുക. ആദിത്യ ഹൃദയ മന്ത്രമൊക്കെ അറിയാമെങ്കിൽ അത് ജപിക്കാം. ഇല്ലെങ്കിൽ നവഗ്രഹ സ്തോത്രങ്ങളിൽ ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിയും എന്നുള്ള സൂര്യ മന്ത്രമുണ്ടല്ലോ, അത് ജപിച്ചാലും മതി. ഇതൊന്നും അല്ലെങ്കിൽ ഓം ആദിത്യായ നമ എന്നുള്ള മന്ത്രം മാത്രം ജപിച്ചാലും മതി. ഈ ഒരു മാസം സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത് അത്തം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ശാസ്താവിന് നെയ്വിളക്ക് തെളിയിക്കുക.
നവഗ്രഹങ്ങൾക്ക് വിളക്ക് തെളിയിക്കുക, ഇതൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. ഭദ്രകാളി ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നത് വളരെ നല്ലതാണ്. ശിവന് ഭസ്മം സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഈ മാസത്തെ പൊതുവെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭദ്രകാളി ദേവിക്കും മഹാദേവനും വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക്, ശത്രുശല്യം ഒഴിവാക്കാനൊക്കെ എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതും മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉപകാരപ്രദമാണ്. അടുത്ത ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരുടെ ആദ്യത്തെ പകുതി, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ജനിച്ചവർ കന്നി രാശിയിലും ബാക്കി പകുതിയിൽ ജനിച്ചവർ തുലാക്കൂറിലുമാണ് ഉൾപ്പെടുന്നത്. അതായത് ജനന സമയത്ത് ചന്ദ്രൻ്റെ സ്ഥാനം കന്നിക്കൂറിലാണ് വരുന്നതെങ്കിൽ ചിത്തിരയുടെ ആദ്യ പകുതിയിലായിരിക്കും. തുലാക്കൂറിലാണ് ചന്ദ്രൻ്റെ സ്ഥാനം വരുന്നതെങ്കിൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതിയിലായിരിക്കും. അപ്പോൾ അവർക്ക് ജന്മത്തിലും 12-ലുമായിട്ടാണ് ആദിത്യൻ സഞ്ചരിക്കുന്നത്. കന്നിക്കൂറുകാർക്ക് ജന്മത്തിലും തുലാക്കൂറുകാർക്ക് 12-ലുമായിട്ടാണ് ആദിത്യൻ സഞ്ചരിക്കുന്നത്. കന്നിക്കൂറുകാർക്ക് ചൊവ്വ കർമ്മസ്ഥാനത്തും തുലാക്കൂറിന് 9-ലുമാണ്. അപ്പോൾ സൂര്യനും ചൊവ്വയും ഈ മാസം സ്ഥാനം ഉണ്ടെന്നുള്ളതും കൂടെ ഓർത്തിരിക്കണം. അപ്പോൾ ഈ ആദിത്യൻ്റെ സ്ഥിതി മൂലം പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല സമ്മർദ്ദങ്ങളും പുറത്തൊന്നും പറയാൻ അവർക്ക് താല്പര്യം പോലും കാണുകയില്ല. പക്ഷേ ഉള്ളിൽ അവരെ അത് അലട്ടിക്കൊണ്ടിരിക്കും. വിചാരിച്ച കാര്യങ്ങളിൽ ഭാഗിക വിജയം നേടാനേ സാധിക്കുകയുള്ളൂ. പ്രതീക്ഷിച്ച പല ആളുകളിൽ നിന്നും സഹായം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായേക്കാം. പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കേണ്ടി വരും. നമുക്ക് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടാകും. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ജോലിയിലുമൊക്കെ പല വിധത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയവുമാണ്. പല കാര്യങ്ങളിലും കണക്കെഴുതി വെക്കാൻ മറന്നുപോകും. മറ്റുള്ളവർക്ക് പൈസ കൊടുത്തൊക്കെ മറന്നുപോയാൽ പിന്നെ നമ്മളെങ്ങനെ തിരിച്ചെടുക്കും? അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള തുകയുടെ കണക്കെഴുതി വെച്ചില്ലെങ്കിൽ അതെങ്ങനെയാണ് വാങ്ങിച്ചെടുക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ഈ മാസം ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് വളരെ അടുപ്പം ഉണ്ടായിരുന്ന ചില വ്യക്തികൾ, അവരുടെ തനി നിറം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ മാസത്തിലായിരിക്കും, ഒക്ടോബർ മാസത്തിലായിരിക്കും. കാരണം കുറേയേറെ ഗ്രഹമാറ്റങ്ങളുണ്ടെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഈ മാസം പല അടുപ്പക്കാരുടെയും ശരിക്കുള്ള മുഖം വെളിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. മുഖം മൂടികൾ അഴിയാനുള്ള സാധ്യതയുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ വ്യത്യസ്ത ജോലിസ്ഥലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകാം. അതായത് പങ്കാളികൾ തമ്മിൽ 2 സ്ഥലത്തായിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാം. കുടുംബകാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ ഇൻ്റർവ്യൂവിലും മറ്റും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ അല്പം ബുദ്ധിമുട്ടും, പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ. ലോൺ അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ പുതിയതായിട്ട് പല പദ്ധതികളും ആവിഷ്കരിച്ച് കൊണ്ടുവരുമെങ്കിലും സഹപ്രവർത്തകരിൽ നിന്ന് ഉള്ള നിർദ്ദേശങ്ങൾ വളരെ പ്രോത്സാഹനമില്ലാത്ത, അല്ലെങ്കിൽ വളരെ തണുത്തൊരു പ്രതികരണത്തോടെ ആയിരിക്കും അവരത് സ്വീകരിക്കുന്നത്. അതുപോലെ നമ്മൾ വ്യാപാരത്തിൽ മെനയുന്ന തന്ത്രങ്ങളും പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തണം എന്നില്ല. പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല കോമ്പറ്റീഷൻ ഉള്ള കാലഘട്ടമാണ്. എങ്കിലും അവർക്ക് പരാജയമൊന്നുമില്ല. ചെറിയ തോതിലുള്ള ശത്രുദോഷമുണ്ട്. കലാപ്രവർത്തകർക്ക് സാമാന്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചിത്ര നക്ഷത്രക്കാർക്ക് പൂർണ്ണ ഗുണകരമല്ല, ഭാഗികമായിട്ട് ഗുണകരമായ ഒരു അവസ്ഥയാണ് ഉള്ളത്. മാസത്തിൻ്റെ 2 പകുതിയിലും അങ്ങനെ തന്നെയാണ്. ആദ്യ പകുതിയിൽ കുറേയേറെ അലച്ചിലും എതിർപ്പും ഉണ്ടാകും. രണ്ടാം പകുതിയിൽ അത് കുറച്ചുകൂടെ ഒന്ന് കുറയുമെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഗുണകരമല്ല ഈ മാസം. അപ്പോൾ അവർ ചെയ്യേണ്ടത്, ഈ നവരാത്രി കാലത്ത് അവർക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ഇപ്പം പിന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം നോക്കിയിട്ട് ദേവീക്ഷേത്രത്തിൽ പോവുക, ദേവിക്ക് കിടാവിളക്കിൽ എണ്ണയൊഴിക്കുക, അല്ലെങ്കിൽ പുഷ്പാഞ്ജലി സമർപ്പിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വഴിപാടുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വളരെ ഗുണകരമാണ്. ശത്രുശല്യം ഒഴിഞ്ഞു പോകാൻ ഏറ്റവും നല്ലതാണ് ഈ കാലത്ത്. നമുക്കറിയാമല്ലോ, 9 ഭാവങ്ങളിൽ ദുർഗയുടെ അവതാരങ്ങൾ പ്രകീർത്തിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നവരാത്രി കാലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രു സംഹാരിണിയായ ദുർഗാദേവി നമ്മളെ ഏറ്റവും നന്നായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച, ഇപ്പോൾ ചൊവ്വാഴ്ച കഴിഞ്ഞു പോയില്ലേ, അതുകൊണ്ട് ഇനി വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. സൂര്യഭഗവാനെ എന്നും പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ്. അതുപോലെ തന്നെ ആദിത്യ ഹൃദയം ജപിക്കുന്നത് നല്ലതാണ്. ശാസ്താവിനെ നെയ്വിളക്ക് തെളിയിക്കുന്നതും നവഗ്രഹങ്ങൾക്ക് വിളക്ക് തെളിയിക്കുന്നതുമൊക്കെ ഒരുപാട് ഗുണകരമായ അനുഭവങ്ങൾ കൊണ്ടുവരും.
അപ്പോൾ ഈ വെള്ളിയാഴ്ചയെ പോകാവുള്ളൂ എന്നില്ല കേട്ടോ. ദേവി പ്രാധാന്യമുള്ള ദിവസം ആയതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഏത് ദിവസമാണെങ്കിലും ഈ നവരാത്രി കാലത്ത് കഴിയുന്നത്ര ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. നല്ല അനുഗ്രഹങ്ങൾ അതുകൊണ്ട് ലഭിക്കുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ചോതി നക്ഷത്രത്തിൻ്റെ രാശിനാഥന് സ്വക്ഷേത്ര സ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ ധനപരമായിട്ട് ഗുണം ലഭിക്കുന്നതാണ്. പക്ഷേ ആദിത്യൻ്റെ 12ലെയും ജന്മക്കൂറിലെയും സഞ്ചാരം അത്ര ഗുണകരമല്ല. ബുധനും അനുകൂലമല്ല. അധ്വാനഭാരം വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പ്രവർത്തനം തുടങ്ങി വൈകി മാത്രം ജോലി തീരുന്ന രീതിയിലായിരിക്കും ജോലി ക്രമീകരിക്കപ്പെടുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങൾക്കും വെച്ചിരിക്കുന്ന സമയം കൂടെ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാം. ഔദ്യോഗിക യാത്രകൾ ധാരാളമായിട്ടുണ്ടാകും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കൃത്യമായിട്ട് ചെയ്താലും മേലധികാരികൾക്കൊരു തൃപ്തി ഉണ്ടാവുകയില്ല. അത് മനസ്സിന് വളരെ പ്രയാസം ഉണ്ടാക്കും. അതുപോലെ ഈ യാത്രകൾ ഒരുപാട് ചെയ്യുന്നതുകൊണ്ട് ശാരീരികമായിട്ടും ആയാസം ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് പൂർണ്ണമായിട്ടും നമുക്ക് ഒരു ഗുണകരമായ അവസ്ഥ ഉണ്ടാകുകയില്ല. ജോലിസ്ഥലത്ത് സഹകരണം കുറയാനുള്ള സാധ്യതയുണ്ട്. ഗവേഷണം ഒക്കെ ചെയ്യുന്നവർക്ക് സമയം കിട്ടാഴിക ഉണ്ടാകും. എന്നാൽ ധന നിക്ഷേപങ്ങളൊക്കെ ഉയർത്താൻ സാധിക്കും. ഭൗതികമായ പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടവുമാണ്. പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ലോങ് ടൈം വളരെ ദീർഘകാലം നിലനിൽക്കുന്ന സൗഹൃദങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്ക് സാമാന്യം ഗുണകരമായ കാലഘട്ടമാണ്. പക്ഷേ ജോലി സംബന്ധമായിട്ട് അകന്നു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് അലസത തോന്നാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ്. അത് അച്ഛനമ്മമാരൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പൊതുവെയുള്ള ഫലം നോക്കുമ്പോൾ നമ്മൾ പല വാഗ്ദാനങ്ങളും കൊടുക്കുകയും അത് പാലിക്കാൻ സാധിക്കാതെ വിഷമിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഈ ഒരു മാസം ജീവിതത്തിൽ ഉണ്ടായേക്കാം. പരിഹാരങ്ങളിലേക്ക് നോക്കുമ്പോൾ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ നവരാത്രി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഏതിലെങ്കിലുമൊക്കെ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി അർച്ചനയോ നെയ്വിളക്കോ അല്ലെങ്കിൽ പിന്നെ വിളക്കിൽ എണ്ണ ഒഴിക്കുകയോ എന്തെങ്കിലും ഒരു വഴിപാട്, ഒരു ദീപമെങ്കിലും അവിടെ തെളിയിച്ചിട്ട് പോരുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. നമ്മുടെ ജീവിതത്തിലും അത് ദീപം തെളിയിക്കും എന്നുള്ളതാണ് സത്യം. പിന്നെ മഹാദേവന് കൂവളമാല സമർപ്പിക്കുന്നത് നല്ലതാണ്. മഹാലക്ഷ്മി സങ്കല്പത്തിലെ വെളുത്ത പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യുന്നത് ധനപരമായിട്ട് നല്ല ഗുണം ചെയ്യുന്നതാണ്. പിന്നെ 5-ൽ ശനി സഞ്ചരിക്കുകയാണ്. 5 കൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ട് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകും. സന്താനങ്ങളുടെ പഠനത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശാസ്താവിനെ നീരാജനം ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. വിശാഖ നക്ഷത്രമാണ് അടുത്തത്. വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ 1/4 ഭാഗം തുലാക്കൂറിലും ബാക്കി 1/4 ഭാഗം വൃശ്ചികക്കൂറിലുമാണ് വരുന്നത്. അവർക്ക് 12ലും ജന്മരാശിയിലുമായിട്ട് ആദിത്യൻ സഞ്ചരിക്കുന്നത് കൊണ്ട് തുലാക്കൂറുകാരെ സംബന്ധിച്ച് സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ അനുഭവങ്ങളൊന്നും അത്ര ഗുണകരമായിരിക്കുകയില്ല, രസകരമായിരിക്കുകയില്ല. പല ബുദ്ധിമുട്ടും അധ്വാനങ്ങൾ വർദ്ധിക്കുന്നതും അലച്ചിലുകൾ ഉണ്ടാകുന്നതൊക്കെ മനപ്രയാസവും ശാരീരികമായ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ജോലിയിൽ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതുകൊണ്ട് കുടുംബത്തിലെ പല കാര്യങ്ങളും നോക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടും. ശുക്രൻ സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് ധനപരമായിട്ട് കുറേ ഗുണം നൽകുന്നതാണ്. ചൊവ്വയാണെങ്കിൽ 9ലാണ് സഞ്ചരിക്കുന്നത്. പിതൃപുത്ര ബന്ധത്തിൽ രമ്യത കുറയുന്നതായിട്ട്, സ്നേഹം കുറയുന്നതായിട്ട് അനുഭവിച്ചേക്കാം. അവിടെയും അലച്ചിലുണ്ടാകാം. പിതാവ് പറയുന്ന കാര്യങ്ങൾക്ക് പോവുകയോ അല്ലെങ്കിൽ പിതാവിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ അലച്ചിലുകൾ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും അത്യാവശ്യമുള്ള ധനം കിട്ടും എന്നുള്ളതൊരു ആശ്വാസമാണ്. പിന്നെ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യൻ 11ലാണ്. അതുകൊണ്ട് അവർക്ക് ഗുണകരമായ കാലഘട്ടമാണ്. അധികാരികൾ അവരുടെ ജോലി തിരിച്ചറിയുകയും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയുകയും ചിലപ്പോൾ ഒരു അവാർഡ് വരെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷനോ ശമ്പളത്തിലൊരു വർധനവോ ഒക്കെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ശുക്രൻ 12ൽ വന്നിട്ടുള്ളതും ഗുണകരമാണ്. ശുക്രന് മാത്രമേ ഉള്ളൂ 12ൽ നിൽക്കുമ്പോൾ ഗുണം കൊടുക്കുന്ന രീതിയുള്ള ഗ്രഹം. ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും 12ൽ ദോഷാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ശുക്രൻ മാത്രം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കുടിശ്ശികകൾ അടച്ചു തീർക്കാനായിട്ട് സാധിക്കും. ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തവർക്കും ഒക്കെ കുടിശ്ശികകൾ അടച്ചു തീർക്കാൻ സാധിക്കും. കടങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊരല്പം മെച്ചപ്പെടാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കാൻ ഇടയുണ്ട്. അത് നമ്മുടെ ജാതകത്തെ കൂടെ ആസ്പദമാക്കിയാണ്. എങ്കിൽ പോലും ഈ ഒരു കാലഘട്ടം അതിന് അനുയോജ്യമാണ്.
അപ്പോൾ ഈ നവരാത്രി കാലത്ത് ദേവീക്ഷേത്ര ദർശനം നടത്തി ദേവിക്ക് എന്തെങ്കിലുമൊക്കെ വഴിപാട് ചെയ്യുക എന്നുള്ളതാണ്. അർച്ചനയോ അല്ലെങ്കിൽ ദേവി പ്രധാനമായ കടുംബായസമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഒരുപാട് വഴിപാടുകളുണ്ട് ദേവിക്ക്, എല്ലാം കൂടെ ഞാൻ വിശദീകരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഓരോ ക്ഷേത്രത്തിലും ചില പ്രത്യേക വഴിപാടുകളും ഉണ്ട്. അപ്പോൾ ഒരു ദീപം തെളിയിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. അതുതന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. ഭദ്രകാളി ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് ശത്രു ദോഷങ്ങളും തടസ്സങ്ങളുമൊക്കെ മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ ശാസ്താവിന് നെയ്വിളക്ക് തെളിയിക്കുക, നവഗ്രഹങ്ങൾക്ക് വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ നമുക്ക് തടസ്സങ്ങളൊന്നും മാറിക്കിട്ടാനായിട്ട് ഇടയാകും. അടുത്തത് അനിഴം നക്ഷത്രക്കാരുടെ ഫലമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് സൂര്യൻ, ബുധൻ, കേതു തുടങ്ങിയ ഗ്രഹങ്ങൾ 11ലാണ് സഞ്ചരിക്കുന്നത്. അപ്പം ഇതിനകത്ത് സൂര്യനും ബുധനും 11ൽ സഞ്ചരിക്കുന്നത് ഗുണകരമാണ്. കേതുവും ചില കാര്യങ്ങളിൽ ഗുണകരമായിട്ട് വരുന്നതാണ്. അപ്പോൾ ന്യായമായ പല ആഗ്രഹങ്ങളും ഈ കാലത്ത് നിറവേറുന്നതാണ്. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഊഹക്കച്ചവടം, ഇൻഷുറൻസ്, ഭാഗ്യക്കുറി മുതലായ കാര്യങ്ങളിൽ ധനാഗമം ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ്. അതുപോലെ തന്നെ വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്ക് ഉദ്ദേശിച്ചതിലും ലാഭം കിട്ടാനും യോഗമുണ്ട്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ജോലിയിലെ സങ്കീർണതകളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിച്ച് കുറച്ച് റിലാക്സ് ചെയ്ത് നമുക്കൊരാശ്വാസം, ജോലിയിൽ ഒരാശ്വാസം കിട്ടുന്ന സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. നേതൃ പദവിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്ന കാലമാണ്. സന്താനങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഈ മാസമുണ്ട്. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകും. ഒക്ടോബർ 17 ശേഷം കാര്യങ്ങളൊക്കെ അല്പം പതുക്കെയായിരിക്കും. ചെറിയ ചെറിയ തടസ്സങ്ങൾ ആരംഭിക്കും. ചെലവുകൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പറ്റാത്തതിൽ മനപ്രയാസം ഉണ്ടായേക്കാം. ഏതായാലും ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ആർക്കും വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വാഗ്ദാനങ്ങൾ കൊടുത്താൽ അത് പാലിക്കാനായിട്ട് അനിഴം നക്ഷത്രക്കാർ കുറച്ച് ബുദ്ധിമുട്ടും. ചൊവ്വ 8ൽ സഞ്ചരിക്കുന്നത് ഗുണകരമല്ല. അഷ്ടമ ചൊവ്വ എന്ന് പറയുന്നത് ഗുണകരമായ ഗ്രഹാവസ്ഥയല്ല. അതുകൊണ്ടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശത്രുതയൊന്നും വലിച്ചു വെക്കണ്ട. ഇനി എന്തെങ്കിലും ശത്രുക്കളുടെ ദോഷമുണ്ട് എന്ന് തോന്നിയാൽ ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുക, അല്ലെങ്കിൽ കുങ്കുമാർച്ചന നടത്തുക. ഇനി പരിഹാരങ്ങളിലോട്ട് നോക്കുമ്പോഴത്തേക്കും എന്താണ് ചെയ്യേണ്ടത്? ശുക്രൻ കർമ്മഭാവത്തിലാണ്, 10ലാണ് ശുക്രൻ. 10ൽ ശുക്രന് അത്ര അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ അന്നപൂർണേശ്വരി ദേവിയുടെയോ അല്ലെങ്കിൽ പാർവതി ദേവിയുടെയോ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അർച്ചനകൾ സമർപ്പിക്കുക. കുടുംബദേവതയായിട്ട് യക്ഷിയുണ്ടെങ്കിൽ വിധിപ്രകാരമുള്ള വഴിപാടുകൾ അവിടെ ചെയ്യുക. അതല്ല നിങ്ങളുടെ ഗ്രാമക്ഷേത്രത്തിൽ യക്ഷി പ്രതിഷ്ഠയുണ്ടെങ്കിൽ അവിടെയും വിധിപ്രകാരമുള്ള വഴിപാടുകൾ ചെയ്യുക. നാഗങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും അത് ഗുണകരമാണ്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചനയും അതുപോലെ തന്നെ പഞ്ചാമൃതം പോലുള്ള എന്തെങ്കിലും ഒരു വഴിപാടും നിവേദിക്കുന്നത് വളരെ ഗുണകരമാണ്. പഠനത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അലസതയുണ്ടെങ്കിൽ അത് മാറിപ്പോകാൻ നല്ലതാണ്. ഈ നവരാത്രി കാലം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, വിദ്യാഭ്യാസവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാലമാണ് നവരാത്രി കാലം. അപ്പോൾ ഈ സമയത്ത് ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കുമൊക്കെ വഴിപാടുകൾ ചെയ്യുന്നത് നമ്മുടെ പഠിക്കാനുള്ള കഴിവിനെയും, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചാൽ മാത്രം പോരല്ലോ, നമ്മൾ ആൻസർ പേപ്പർ എഴുതുമ്പോഴും അത് വരണ്ടേ. അപ്പം നമുക്ക് നന്നായിട്ട് നമ്മുടെ ആശയങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവിനെയൊക്കെ അത് വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളും ക്ഷേത്രത്തിൽ നിന്ന് പോവുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാരുടെ കാര്യമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആദിത്യൻ 11ലും 12ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. മാസം ആദ്യം 11ലാണ് സൂര്യൻ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ധനലാഭം ഉണ്ടാകും, നല്ല ഉന്മേഷം ഉണ്ടാകും. പ്രവർത്തനങ്ങളിൽ പൂർണ്ണ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്, ഒരു ഡെഡിക്കേഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അത് വിജയിക്കുകയും ചെയ്യും. മേലധികാരിയിൽ നിന്ന് പ്രശംസ ലഭിക്കുകയും ചെയ്യും. സർക്കാർ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ധനമൊക്കെ ലഭിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ലൈസൻസ് അല്ലെങ്കിൽ അതിനുള്ള രേഖകൾ, അത് ചെയ്യാനുള്ള ഒരു സ്ഥാപനം, ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കുറേ സ്ഥലം കിട്ടുക, അതൊക്കെ നമുക്ക് ഈ സമയത്ത് സാധിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ലോണിനൊക്കെ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് അത് പാസ്സായി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ശുക്രൻ 7ലും 8ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന വ്യാപാരത്തിൽ നിന്നും ധനം ധാരാളമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന തൊഴിൽ മേഖലകളിൽ നല്ല വൈദഗ്ധ്യം പ്രകടിപ്പിക്കാനായിട്ട് കഴിയും. അതുപോലെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റും കണ്ടെത്തുന്നതാണ്.
കുടുംബാംഗങ്ങളുടെ പ്രീതി കിട്ടുന്നതാണ്. കുടുംബാംഗങ്ങളിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് ജീവിതം പൊതുവേ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ പഴയ കാലത്തോടുള്ള ഒരു താല്പര്യം, പഴയ വസ്തുക്കൾ ശേഖരിക്കുക, പഴയ നാണയങ്ങൾ ശേഖരിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഹോബിയൊക്കെ ചെയ്യുന്നവർക്ക് ആ രംഗത്ത് നന്നായിട്ട് പേരെടുക്കാനായിട്ട് സാധിക്കും. വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുള്ള കാലമാണ്. ബന്ധുക്കളുടെ ഇടപെടലുകൾ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും നമ്മളുടെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ലെവലിൽ എനിക്ക് പറയാനുള്ളത്. നമ്മളെപ്പോഴും ചിന്തിച്ച് നമ്മുടെ വ്യക്തിത്വത്തോട് നമുക്കൊരു കൂറ് വേണമല്ലോ, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിയോട് നമുക്കൊരു സ്നേഹം വേണമല്ലോ. അപ്പോൾ നമ്മുടെ അഭിപ്രായത്തിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത് നമ്മളെ സംബന്ധിച്ച്. പിന്നെ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവപരിചയം നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതേ ഉള്ളൂ. ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണല്ലോ നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വന്തം അഭിപ്രായത്തിനാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത്. അപ്പോൾ ആലോചിച്ച് 2 or 3 തവണ ആലോചിക്കുക. സംശയമുള്ള കാര്യങ്ങളിൽ ആ രംഗത്ത് പ്രാഗൽഭ്യമുള്ളവരുടെ ഉപദേശം തേടുക. അങ്ങനെ മുന്നോട്ട് പോയാൽ ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും നല്ല പ്രാഗൽഭ്യം നേടാനായിട്ട് സാധിക്കും. ഒക്ടോബർ അവസാന ആഴ്ചയാകുമ്പോഴത്തേക്കും ഗുണഫലങ്ങൾ കുറഞ്ഞ് വരുന്നതായിട്ട് അനുഭവപ്പെടും. അവർ ചെയ്യേണ്ട വഴിപാടുകൾ, നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രപ്രീതിക്കുള്ള വഴിപാടുകൾ ചെയ്യുക. ഭദ്രകാളി ദേവിക്ക് അർച്ചനയും കെടാവിളക്കിൽ എണ്ണയും സമർപ്പിക്കുന്നത് നല്ലതാണ്. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ പ്രീതിക്കായിട്ട് ശാസ്താവിന് അർച്ചന നടത്തുന്നത് നല്ലതാണ്. 4-ാം ഭാവം കുടുംബഭാവമാണല്ലോ. അപ്പോൾ കുടുംബത്തിൽ ശനിയുടെ ഒരു പ്രീതി കിട്ടുകയാണെങ്കിൽ കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകും. ശനി പാപഗ്രഹമാണെങ്കിലും ചെയ്യുന്നത് മുഴുവൻ ദോഷമൊന്നുമല്ല. ആത്മീയമായ കാഴ്ചപ്പാടുണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഭൗതികമായിട്ടും കുറേ നേട്ടങ്ങൾ ശനി തരുന്നുണ്ട്. അപ്പോൾ ഈ കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ ശനിയുടെ ആനുകൂല്യം കിട്ടിയാൽ നല്ല വിളവും ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിലയൊക്കെ കിട്ടാനായിട്ടത് സഹായകമാകും. അപ്പോൾ അതുകൊണ്ടാണ് അതുകൂടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മകം മുതൽ തൃക്കേട്ടം വരെയുള്ള നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഫലമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.